അറിയപ്പെടുക, സ്നേഹിക്കപ്പെടുക. ടു ബി നോൺ ആൻഡ് ടു ബി ലവ്ഡ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നുവെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്നേഹം എന്തെന്ന് നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ടു ബി നോൺ അഥവാ അറിയപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെ അകം പുറം അറിയപ്പെടുക. എന്ത് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് കോപമുണ്ടാകും, എന്ത് പറഞ്ഞാൽ നമുക്ക് നിരാശയുണ്ടാകും, അതേസമയം എന്ത് പറഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുവാൻ സാധ്യമായി തീരും. നമ്മുടെ അഭിരുചികൾ, നമ്മൾ എന്താണെന്ന് ആകമാനമുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം, അറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അങ്ങനെ അറിവുണ്ടായിട്ട് മാത്രം കാര്യമായില്ല. ആ അറിവുള്ളവർക്ക് നമ്മളോട് സ്നേഹം കൂടെ ഉണ്ടാകണം. സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷം ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ആ അറിഞ്ഞ വ്യക്തിക്ക് നമ്മളെ സന്തോഷിപ്പിക്കുവാൻ സാധ്യമായി തീരുകയില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ നമ്മൾ ആരാണെന്ന് അവർക്ക് അറിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ യഥാർത്ഥ സ്നേഹം എന്തെന്ന് അറിയുവാൻ സാധ്യമായി തീരുന്നത്. ഇങ്ങനെ നമ്മളെ അറിയാവുന്ന ആരുണ്ട് ഈ ഭൂമിയിൽ? ഈ ഭൂമിയിൽ നമ്മൾ മുഴുവനും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഓരോ ജീവിതങ്ങളെയും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഓരോ ബന്ധങ്ങളെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെല്ലാം പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമ്മളെ അറിയുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സ്നേഹം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട്, മാനുഷികമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും ഓവർകം ചെയ്തുകൊണ്ട് അങ്ങ് അപ്പുറത്ത് വന്ന് നമ്മളെ കണ്ട്, നമ്മൾ വീണ് കിടക്കുന്ന സ്ഥലത്ത്, നമ്മൾ പതറിപ്പോയ സ്ഥലത്ത്, നമ്മൾ തകർന്നു കിടക്കുന്ന സ്ഥലത്ത് നമ്മളെ വന്ന് കണ്ടെത്തി തൻ്റെ മാറോട് അണയ്ക്കുന്ന ആ ഏക സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നറിയാമോ? ടു ബി നോൺ ബൈ ഗാഡ് ആൻഡ് ടു ബി ലവ്ഡ് ബൈ ഹെം. ദൈവത്താൽ അറിയപ്പെടുക, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുക. ദൈവം നമ്മളെ അറിയുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്നാൽ പരാജയപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, ദൈവം നമ്മളെ അറിയുന്നത് നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ പുറകെ ഓടുകയാണ്. എന്നെ ഒന്നറിഞ്ഞാലും, എന്നെ ഒന്ന് സ്നേഹിച്ചാലും, അവിടെയൊക്കെ നമ്മൾ പതറി വീഴുന്ന സമയത്ത് ഒരു സ്നേഹം അപ്പോഴും നമ്മുടെ മേൽ കരങ്ങൾ നീട്ടി കാത്തിരിക്കുകയാണ്. ആ സ്നേഹമാണ് ദൈവസ്നേഹം. അതൊരിക്കലും നിലച്ചു പോകുന്നില്ല. അമ്മയുടെ സ്നേഹം അവസാനിക്കുന്ന സമയത്ത് പോലും ആ ദൈവസ്നേഹം കരങ്ങൾ നീട്ടി നമ്മളെ തൻ്റെ മാറോട് ചേർത്തണയ്ക്കുന്ന സ്നേഹമാണ്.